വെൽക്കം ടു മെട്രോ മാറ്റിനി ന്യൂസ്. മദ്യപിച്ച് വീട്ടിലെത്തുന്ന അച്ഛൻ തന്നെയും അമ്മയും ഉപദ്രവിക്കാറുണ്ടെന്നും അച്ഛനെ തനിക്കിനി കാണേണ്ട എന്നും അമൃതയുടെയും ബാലയുടെയും മകളായ അവന്തിക പറയുന്ന വീഡിയോ നിമിഷനേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത്. ഞാൻ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ പോലും അച്ഛൻ മദ്യപിച്ച് വീട്ടിൽ വന്ന അമ്മയെ തല്ലുമായിരുന്നു. അത് കാണുമ്പോൾ തന്നെ തനിക്ക് ഭയങ്കര വിഷമമാകും. ഒരു കാരണവുമില്ലാതെയാണ് മദ്യപിച്ച് അമ്മയെ തല്ലിക്കൊണ്ടിരുന്നത്. ഞാൻ കുഞ്ഞല്ലേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു തവണ കോടതിയിൽ നിന്ന് എന്നെ ബലം പ്രയോഗിച്ച് ചെന്നൈയിൽ കൊണ്ടുപോയി. ഒരു മുറിയിൽ എന്നെ പൂട്ടിയിട്ട് ഭക്ഷണം പോലും തന്നില്ല. അമ്മയെ വിളിക്കാൻ പോലും സമ്മതിച്ചില്ല. അങ്ങനെയുള്ളവരെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. അച്ഛൻ പറയുന്നത് മുഴുവൻ നുണയാണ് എന്നൊക്കെ മകൾ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ ഇതിന് പ്രതികരണവുമായി ബാലയും രംഗത്തെത്തിയിരിക്കുകയാണിപ്പോൾ. ബാലയുടെ വാക്കുകൾ ഇങ്ങനെ: മകളോട് തർക്കിക്കാനില്ലെന്നും തോറ്റുകൊടുക്കുകയാണെന്നും ബാല സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ച വീഡിയോയിലൂടെ പറയുന്നു. മൈ ഫാദർ എന്ന് പറഞ്ഞാൽ മകളോട് നന്ദി പറഞ്ഞാണ് വീഡിയോ ആരംഭിച്ചത്. അനുഭവിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ വേദനയാണിതെന്നും ബാല പറയുന്നു. പാപ്പു സംസാരിച്ച വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആദ്യമായി ഒരു പോസിറ്റീവ് കാര്യം പറയാം. മൈ ഫാദർ എന്ന് പറഞ്ഞു, അതിന് താങ്ക് യു. നിന്നോട് തർക്കിക്കാൻ അപ്പയില്ല. മകളോട് തർക്കിക്കുകയാണെങ്കിൽ ഒരു അപ്പ ആണയല്ല. പിന്നെ പാപ്പു ചില കാര്യങ്ങൾ പറഞ്ഞു. എന്നെ വിട്ട് പാപ്പു 2.5-3 വയസ്സിലാണ് പോയത്. 3 വയസ്സാകുമ്പോൾ എന്നെ വിട്ട് നീ അകന്നു പോയി എന്നൊക്കെ. ഗ്ലാസ് എടുത്ത് അടിച്ചു എന്നൊക്കെ പറയുന്നതും കേട്ടു. ഞാനിത് തർക്കിക്കാനല്ല പറയുന്നത്. 5 ദിവസം വീട്ടിലിരുന്നു, ഭക്ഷണം കൊടുത്തില്ല എന്നൊക്കെ പറയുന്നു. പാപ്പു തർക്കിച്ചാൽ ജയിക്കാൻ പറ്റും, പക്ഷേ ഇന്ന് ഞാൻ തോറ്റു കൊടുക്കുകയാണ്. നീ ജയിക്കണം. വാക്ക് വാക്കായിരിക്കും പാപ്പു. നിന്റെ വീഡിയോ മുഴുവൻ ഞാൻ കണ്ടു. നിന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇനി നിന്നോടും നിന്റെ കുടുംബത്തോടും ബന്ധപ്പെടലേ എന്ന് പറഞ്ഞു. ഞാനും നിന്റെ കുടുംബമാണെന്നാണ് വിചാരിച്ചത്. ഞാൻ അനിയനായി പോയി നിനക്ക്. പക്ഷേ ഒരു വാക്ക് മാത്രം ഞാൻ ഇന്ന് പറയാം. ഇനി തൊട്ട് ഞാൻ വരില്ല. ഞാൻ ഹോസ്പിറ്റലിൽ മരിക്കാൻ കിടന്നാൽ നീ വന്നതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നതെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷെ നിർബന്ധത്തിന്റെ പേരിലാണ് നീ വന്നതെന്ന് പറഞ്ഞു. അത് അന്ന് തന്നെ എന്റെ അടുത്ത് മുഖത്ത് നോക്കി പറഞ്ഞിരുന്നെങ്കിൽ ഈ അച്ഛൻ ഇപ്പൊ നിന്റെ അടുത്ത് സംസാരിക്കാൻ ഉണ്ടാവില്ലായിരുന്നു. നീ കാരണമാണ് പപ്പ ഇന്നിവിടെ ഇരിക്കുന്നത്. എന്റെ മകൾക്ക് എല്ലാ ഐശ്വര്യവും ഉണ്ടാകും. നന്നായി പഠിക്കണം, നീ നന്നായി വളരണം. നിന്നോട് മത്സരിച്ച് ജയിക്കാൻ ഒരിക്കലും എനിക്ക് പറ്റില്ല. നീ എന്റെ ദൈവമാടാ കണ്ണ. നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് ബാലയുടെ വാക്കുകൾ. മദ്യപിച്ച് വീട്ടിലെത്തുന്ന അച്ഛൻ തന്നെയും അമ്മയെ ഉപദ്രവിക്കാറുണ്ടെന്നും ഒരിക്കൽ ചില്ലുകുപ്പി തനിക്ക് നേരെ എറിയാൻ ശ്രമിച്ചെന്നുമായിരുന്നു ബാലയുടെ മകൾ വീഡിയോയിൽ പറഞ്ഞത്. അച്ഛൻ അമ്മയെ നന്നായി ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നെയും അമ്മയെയും മാനസികമായി ഉപദ്രവിച്ചിട്ടുണ്ട്. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ മദ്യപിച്ച് വന്നൊരു ചില്ലുകുപ്പി എന്റെ മുഖത്തേക്ക് എറിയാൻ ശ്രമിച്ചു. അതെന്റെ തലയിൽ തട്ടുമായിരുന്നു. അമ്മ കൈവച്ച് തടഞ്ഞതുകൊണ്ടാണ് എനിക്കൊന്നും സംഭവിക്കാതിരുന്നത്. എന്റെ അമ്മ എന്നെ വളരെ നന്നായി നോക്കുന്നുണ്ട്. ഒറ്റക്കാര്യത്തിൽ പോലും തള്ളിയിട്ടില്ല. അച്ഛൻ അമ്മയെ ഭയങ്കരമായി ദ്രോഹിച്ചിട്ടുണ്ട്. അദ്ദേഹം പല അഭിമുഖത്തിലും പറയുന്നുണ്ട് എന്നെ ഇഷ്ടമാണ് എന്നൊക്കെ, ഭയങ്കരമായി മിസ് ചെയ്യുന്നു, എനിക്ക് ഗിഫ്റ്റ് ഒക്കെ അയക്കുന്നുണ്ട് എന്നൊക്കെ. ഇതൊന്നും ശരിയല്ല. എന്റെ അച്ഛനെ സ്നേഹിക്കാൻ എനിക്കൊരു കാരണം പോലും ഇല്ല. അത്രയും എന്നെയും എന്റെ കുടുംബത്തെ മാനസികമായും ശാരീരികമായും ദ്രോഹിച്ചിട്ടുണ്ട്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ അദ്ദേഹം കുടിച്ചു വന്നിട്ട് അമ്മയെ ഉപദ്രവിക്കുമായിരുന്നു. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ കുഞ്ഞല്ലേ. ഒരു തവണ കോടതിയിൽ നിന്ന് എന്നെ വലിച്ചഴിച്ച് ചെന്നൈയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഒരു മുറിയിൽ പൂട്ടിയിട്ട് എനിക്ക് ഭക്ഷണം പോലും തന്നില്ല. എന്റെ അമ്മയെ വിളിക്കാൻ പോലും സമ്മതിച്ചില്ല. ഇങ്ങനെയുള്ള ആളുകളെ വിശ്വസിക്കരുത്. അദ്ദേഹം പറയുന്നത് പച്ചക്കള്ളമാണ് എന്നിങ്ങനെയാണ് ബാലയുടെ മകളുടെ വാക്കുകൾ. അതിനിടെ വീഡിയോയ്ക്ക് താഴെ നിരവധി കമന്റുകൾ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഉയർന്നുണ്ട്. മകളുടെ വാക്കുകേട്ട് ബാല ആത്മഹത്യ ചെയ്യുമെന്ന് പേടിച്ചു. ഇനി തൊട്ട് അപ്പയില്ല എന്ന് പറയുമ്പോഴുള്ള വിങ്ങൽ ദൈവം കാണുന്നു. നീ തോറ്റിട്ടില്ല ബാല. മകളെ ജയിപ്പിക്കാൻ തോൽക്കുന്ന അച്ഛനാണ് യഥാർത്ഥ അച്ഛൻ എന്നൊക്കെയാണ് കമന്റുകൾ നിറയുന്നത്.